അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഈസി ചിക്കൻ കറി. അപ്പോൾ ഞാനുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 സവാള ഓൾറെഡി വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊരു കറിക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് വേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ 2 തക്കാളി വലുത് ഒന്ന് ഇട്ട് കൊടുത്തു. ഇനി ആ തക്കാളിയും സവാളയും ഒക്കെ കിടന്നൊന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ രീതിയിൽ വരട്ടെ കേട്ടോ. അപ്പോൾ നല്ലൊരു ഉടഞ്ഞ രീതിയിൽ വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി വേവട്ടെ. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കണം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അങ്ങനെയാണ് ഞാൻ പൊടികൾ ചേർത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ കൂടെ തന്നെ ഞാൻ ഉരുളൻ കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഉരുളൻ കിഴങ്ങ് ഉപയോഗിക്കുന്നത് ബീഫിലായാലും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ എല്ലാതും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം തോനെ ഒഴിക്കണ്ട, കാരണം ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടാകുന്ന നോക്കിയതിന് ശേഷം ഉപ്പ് ഇടണം കേട്ടോ. ഞാൻ പറയാൻ മറന്നതാണ്. കുക്കറിൽ ഞാനിവിടെ ഒരു 2 വിസിൽ മതി. ഞാനൊരു 3 വിസിൽ കുക്കർ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല കറിയൊക്കെ ഇവിടെ വെന്ത് ചിക്കനൊക്കെ വെന്ത് വന്ന് ഞാൻ തൂമിച്ചെടുക്കാം. അപ്പോൾ അതിന് ഞാൻ ചെറിയ ഉള്ളി ഉപയോഗിക്കാം. ഞാനിപ്പോൾ സവാള ചെറുതാക്കി അരിഞ്ഞിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് സവാള ഇട്ട് കൊടുത്തു, ചെറുതായി അരിഞ്ഞത്. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അങ്ങനെ അത് കളറൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കളറൊക്കെ മാറി വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് കറി തന്നെ ഞാനപ്പോൾ പിന്നെ കുറച്ച് കറി എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ടൊന്ന് ചുറ്റിയിട്ട് വീണ്ടും ഒന്ന് ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് തേങ്ങ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല കുറുകിയിട്ടുള്ള കറി കിട്ടും. നല്ല തിക്നെസ് ഉള്ളൊരു കറി നമുക്ക് കിട്ടും. അപ്പോൾ തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലും തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ ചേർക്കാം. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. കണ്ട നന്നായി കുറുകിയ നല്ല കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.